അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പേര് തയ്യാറാക്കിയാലോ? അതിനായി ഞാൻ സ്റ്റൗവിൽ ഒരു പാത്രം സ്റ്റീലിൻ്റെ കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് 3 വെളുത്തുള്ളിയും അതുപോലെ 2 ചെറിയുള്ളിയും ചതച്ചതാണ്. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മീഡിയം സൈസ് സവാള വെച്ചിട്ടാണ് ഈ ഉപ്പേരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളത് മിക്സ് ആക്കുന്നുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ മതി. നമുക്ക് ഗ്യാസ് സിമ്മിലിട്ട് വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ആക്കണം. പൊടി കരിഞ്ഞ് പോകാൻ പാടില്ല. ഈ സമയത്ത് വേണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാൻ. നമ്മളിനി അത് ഒരു കയ്യിൽ വെച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നന്നായിട്ടൊന്നും കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതാ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ചിരവിയ തേങ്ങ, ഒരു അരമുറി തേങ്ങ. തേങ്ങ അധികം ചേർത്തുകൊണ്ട് മധുരമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തിരി ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. വളരെ ടേസ്റ്റാണ്.